ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൃദയത്തിന് രണ്ട് രോഗങ്ങളുണ്ട്. ആ രണ്ട് ഹൃദയരോഗങ്ങളെ എങ്ങനെ പ്രതിരോധിച്ച് അള്ളാഹുവിൻ്റെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമെന്നതിന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഒരു മഹത്തായ തത്വം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ക്ഷമ കൊണ്ടാണ് മോഹങ്ങളെ പ്രതിരോധിക്കുന്നത്, ഉറപ്പുകൊണ്ടാണ് സംശയങ്ങളെ പ്രതിരോധിക്കുന്നത്. തൻ്റെ മോഹങ്ങളെ ക്ഷമ കൊണ്ടും തൻ്റെ സംശയങ്ങളെ ഉറപ്പുകൊണ്ടും പ്രതിരോധിച്ചവനല്ലാതെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് മനുഷ്യ ഹൃദയത്തെ നശിപ്പിക്കുന്ന രണ്ട് പ്രധാന രോഗങ്ങളുണ്ട്. ആ രണ്ട് രോഗങ്ങളാണ് നരകശിക്ഷയുടെ കാരണം. ആ രോഗങ്ങളെ പ്രതിരോധിച്ചാൽ മാത്രമേ രക്ഷപ്പെട്ടാൽ ആ രോഗങ്ങളെ പ്രതിരോധിച്ചാൽ മാത്രമേ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുകയുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. ആ രണ്ട് രോഗങ്ങളാണ്, ഒന്ന് മർദു ശുബ്ഹാത്ത്. ആദ്യത്തേത് മർദു ശുബ്ഹാത്ത്. അത് മർദു ശുബ്ഹാത്ത് എന്ന് പറഞ്ഞാൽ സംശയങ്ങളുടെ രോഗം. രണ്ടാമത്തേത് മർദു ഷഹവാത്ത്. അത് മോഹങ്ങളുടെ രോഗം. അള്ളാഹു പറയുന്നു, ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ഇത് സൂറത്തുൽ ബഖറ 2-ാം അധ്യായത്തിലെ 10-ാം വചനാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഈ ഹൃദയരോഗത്തെ വിശദീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഹൃദയരോഗം രണ്ട് തരമാണ്: സംശയത്തിൻ്റെ രോഗവും മോഹത്തിൻ്റെ രോഗവും. ഇനി ഒന്നാമത്തേത് സംശയങ്ങളുടെ രോഗം. അതിന് ശുബ്ഹാത്ത് എന്നാണ് പറയാം, അറബിയിൽ ശുബ്ഹാത്ത്. ശുബ്ഹാത്ത് എന്നത് സത്യത്തെക്കുറിച്ചുള്ള സംശയങ്ങളാണ്. ഇത് പലപ്പോഴും വിദ്വത്തിലേക്കും വഴികേടിലേക്കും നയിക്കുന്നു. സംശയങ്ങളുടെ ഉദാഹരണങ്ങളാണ്, അവർ നമ്മളിൽ സംശയം ഉണ്ടാക്കും, വിദ്വത്തുകാർ, ഇത് നല്ല വിദ്വത്തല്ലേ? ഔലിയാക്കളെ വിളിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനല്ലേ? സലഫുകൾ മനസ്സിലാക്കിയ രീതിയിൽ എന്തിന് ദീൻ മനസ്സിലാക്കണം? സലഫുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികൾ റളിയല്ലാഹു അൻഹും അടുത്ത രണ്ട് തലമുറയും, അവർക്കാണ് സലഫുകൾ എന്ന് പറയാം. അവർ മനസ്സിലാക്കിയ രീതിയിൽ എന്തിന് ദീൻ മനസ്സിലാക്കണം? എല്ലാ വിഷയങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുക. ഇവയെല്ലാം ശുബ്ഹാത്തുകളുടെ, സംശയങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ്. ശുബ്ഹാത്തുകളെ പ്രതിരോധിക്കാൻ വേണ്ടത് യഖീനാണ്, ഉറപ്പാണ്. എന്നാൽ യഖീൻ എവിടെ നിന്നാണ് ലഭിക്കുക? എങ്ങനെയാണ് ഉറപ്പ് ലഭിക്കുക? അത് ലഭിക്കുക ശരിയായ വിജ്ഞാനത്തിൽ നിന്നാണ്. അള്ളാഹു പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി യാതൊരു ദൈവവുമില്ല എന്ന് നീ അറിയുക. ഇത് സൂറത്ത് മുഹമ്മദ് അതിലെ 19-ാം വചനാണ്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു ആദ്യം അറിയുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആദ്യം വിജ്ഞാനം തേടണം. അതുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കണം, സഹീഹായ ഹദീസുകൾ പഠിക്കണം, സലഫുകളുടെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും റളിയല്ലാഹു അൻഹും അടുത്ത രണ്ട് തലമുറകളുടെയും മൻഹജ്, മാർഗം പഠിക്കണം. വിശ്വസ്തരായ സലഫുകളുടെ മൻഹജ് മാർഗത്തിലുള്ള പൂർവികരും ആധുനികരുമായ പണ്ഡിതന്മാരിൽ നിന്ന് വിജ്ഞാനം സ്വീകരിക്കണം. ഇതിലൂടെയാണ് യഖീൻ, ഉറപ്പ് വർദ്ധിക്കുന്നത്. യഖീൻ വർദ്ധിക്കുമ്പോൾ
ശുബ്ഹാത്തുകൾ സംശയങ്ങൾ അകന്നു പോകുന്നു. അങ്ങനെ നമ്മൾ സിറാത്തുൽ മുസ്തഖീം നേരായ പാതയിലാകുന്നു. പിഴച്ച ബിദ്അത്തിന്റെ വഴികളിൽ നിന്ന് രക്ഷപ്പെടുന്നു. രണ്ടാമത്തെ രോഗമാണ് ഷഹവാത്ത്, മോഹങ്ങളുടെ രോഗം. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ മോഹങ്ങളാണ്. ഉദാഹരണങ്ങൾ: നിസ്കാരം വിട്ടുകളയുക, അശ്ലീലത കാണുക, വ്യഭിചാരം, പലിശ, സംഗീതാസക്തി, സമ്പത്തിനോടും പ്രശസ്തിയോടുമുള്ള അമിതമായ മോഹം, കോപം നിയന്ത്രിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ചില മോഹങ്ങൾ, ചില അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ നമ്മുടെ മോഹങ്ങൾ. അള്ളാഹു പറഞ്ഞു, വാമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. തൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതിനെ ഭയപ്പെടുകയും തൻ്റെ മനസ്സിനെ മോഹങ്ങളിൽ നിന്ന് തടയുകയും ചെയ്തവന് സ്വർഗം തന്നെയാണ് വാസസ്ഥലം. ഇത് സൂറത്തു നാസിയാത്തിലെ 40-41 വചനാണ്. അപ്പോൾ ഈ ഷഹവാത്തുകളെ, മോഹങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടത് ക്ഷമയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ക്ഷമ കൊണ്ടാണ് ഷഹവാത്തുകളെ, മോഹങ്ങളെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ മോഹങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണം. നരകശിക്ഷയുടെ കാഠിന്യത്തെ ഓർക്കണം. ശൈത്താനെ ശത്രുവായി കാണണം. നല്ല കൂട്ടുകെട്ട് സ്വീകരിക്കണം. അർത്ഥം മനസ്സിലാക്കി ഒരു ദിവസം പോലും മുടങ്ങാതെ കഴിയുന്നത്ര ഖുർആൻ പാരായണം ചെയ്യണം. മനസ്സിനെ നിയന്ത്രിക്കാൻ നിരന്തരം നമ്മൾ പരിശീലിപ്പിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. ഒരു ഹറാം ചെയ്യാൻ തോന്നുമ്പോഴേക്കും നമ്മൾ അതിൽ വീണു പോകരുത്. നമ്മൾ നിരന്തരം മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ ആ ഹറാം ചെയ്യുന്നതിലേക്ക് പോകരുത്. മനസ്സിനെ ചിന്തിക്കുന്നത് പോലും നമ്മൾ തടയണം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. അള്ളാഹു പറഞ്ഞു, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ. ശൈത്താൻ നിങ്ങൾക്ക് ശത്രുവാണ്. സൂറത്ത് ഫാത്തിറിലെ 6-ാം വചനാണ്. നമ്മൾ ദിക്റുകൾ വർദ്ധിപ്പിക്കണം. ഹൃദയം ശക്തമാകുന്നത് അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ടാണ്. അള്ളാഹു പറഞ്ഞു, അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. സൂറത്തു റാഅദ് 28-ാം വചനാണ്. ദിക്റ് വെറും നാവ് കൊണ്ട് മാത്രമല്ല, അർത്ഥം മനസ്സിലാക്കി ഹൃദയ സാന്നിധ്യത്തോടെ അത് ചെയ്യണം. പ്രധാനപ്പെട്ട ചില ദിക്റുകളാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവയെല്ലാം ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും ശൈത്താൻ്റെ ആക്രമണങ്ങളെ ദുർബലമാക്കുകയും ചെയ്യുന്നു. ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്നു. ഇതൊക്കെ അർത്ഥം മനസ്സിലാക്കി ഹൃദയ സാന്നിധ്യത്തോടെ നമ്മൾ ദിക്റ് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓരോ മുസ്ലിമും തൻ്റെ ഹൃദയത്തെ പരിശോധിക്കണം. എൻ്റെ ഹൃദയത്തിൽ സംശയങ്ങൾ, ശുബ്ഹാത്തുകളുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ മോഹങ്ങൾ, ഷഹവാത്തുകളുടെ ആധിപത്യമുണ്ടോ? ശുബ്ഹാത്തുകളെ, സംശയങ്ങളെ അകറ്റാനുള്ള വഴി വിജ്ഞാനം, യഖീൻ, സത്യത്തിൽ ഉറച്ചു നിൽക്കൽ. ഷഹവാത്തുകളെ, മോഹങ്ങളെ അകറ്റാനുള്ള വഴി ക്ഷമ, ദിക്റ്, സ്വന്തത്തോടും ശൈത്താനോടും പോരാട്ടം. അതിനാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യഖീൻ, ഉറപ്പ്, ശരിയായ വിജ്ഞാനം തേടി ശക്തമാക്കുക. അതുവഴി സംശയങ്ങൾ നീക്കുക, മോഹങ്ങളെ നിയന്ത്രിക്കുക, പാപങ്ങളെ ഉപേക്ഷിക്കുക, അള്ളാഹുവിൻ്റെ ദിക്റിൽ സ്ഥിരത പുലർത്തുക,
ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയ പൂർവികരും ആധുനികരുമായ പണ്ഡിതന്മാരിൽ നിന്ന് വിജ്ഞാനം സ്വീകരിക്കുക. ഇങ്ങനെ ജീവിക്കുന്നവനാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതുപോലെ തൻ്റെ ശുബുഹാത്തുകളെ, സംശയങ്ങളെ വിജ്ഞാനം തേടി യഖീൻ ഉറപ്പുകൊണ്ടും തൻ്റെ ഷഹവാത്തുകളെ, മോഹങ്ങളെ ക്ഷമ കൊണ്ടും പ്രതിരോധിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നവൻ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ക്ഷമയും ഉറപ്പും നൽകണമേ. സംശയങ്ങളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. നിന്നെ കണ്ടുമുട്ടുന്നത് വരെ ഞങ്ങളെ സുന്നത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കണമേ. ബാറക്കല്ലാഹു ഫീക്കും ഹഫിദക്കുമുല്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.